ബഹുമാന്യനായ വട്ടിയൂർക്കാവ് MLA അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ സമാനമായ വിഷയമുണ്ടായി. നഗരസഭയുടെ ജീവനക്കാർ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന, അവരെ തടഞ്ഞു വെക്കുന്ന, അവർക്കെതിരെ പരാതിയുമായി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മുടെ മുന്നിലെ അനുഭവമാണ്. നിങ്ങൾ പ്രശാന്ത് MLA അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ അത് എവിടെയാണെന്ന് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ലെറ്റർ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തു എന്നതാണ് നഗരസഭ പറയുന്നത്. അല്ല, എവിടെയാ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞങ്ങൾ അന്വേഷിക്കും. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയെ കാണാതായി 2 രാത്രിയും 2 പകലും പിന്നിടുമ്പോഴും ആശ്വാസകരമായി ഒന്നും ഉണ്ടാകുന്നില്ല. പ്രതീക്ഷാവഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നു. ഈ നാട് മുഴുവൻ ജോയിക്കായി കാത്തിരിക്കുമ്പോഴും വൃത്തിയാക്കുന്നതിൽ റെയിൽവേക്ക് സംഭവിച്ച വീഴ്ച പകൽ പോലെ വ്യക്തമായിരിക്കുമ്പോഴും ഉത്തരവാദിത്തം കോർപ്പറേഷന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു റെയിൽവേ. ഉത്തരവാദിത്തവും വീഴ്ചയും ആരുടേത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുന്നുകൂടിയ മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യമാണ് ഇനി ആവർത്തിച്ച് ചോദിക്കേണ്ടത്. വാസ്തവത്തിൽ മകനെ കാണാതായത് മുതൽ വിങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ കണ്ണുനീർ. അലക്ഷ്യമായി ഒരു പ്ലാസ്റ്റിക് കഷ്ണമെങ്കിലും പൊതുനിരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും നെറുകയെ പൊള്ളിക്കണം. ഇത്രയും വൃത്തിഹീനമായ മാലിന്യത്തിൽ ഇറങ്ങേണ്ടി വന്ന ജോയിയും കൂടെയുണ്ടായിരുന്നവരും, ജോയിക്കായി 30 മണിക്കൂറിലധികമായി ആ മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങിത്തപ്പുന്നവരും പച്ചയായ മനുഷ്യരാണ് എന്നുകൂടി ഓർക്കണം. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് VK പ്രശാന്ത, വട്ടിയൂർക്കാവ് MLA, KS പ്രതാപ് കുമാർ, അദ്ദേഹം റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, പരിസ്ഥിതി ഗവേഷകൻ എന്നിവരാണ്. അതിഥികളിലേക്ക് വരും മുൻപ് ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തിയിലേക്ക് പോവുകയാണ്. നൃപൻ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. നൃപൻ, കഴിഞ്ഞ 2 വാർത്താപ്പകലുകൾ മുഴുവൻ നമ്മളൊക്കെയും ജോയിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ അദൃശ്യമായി പങ്കാളികളാകുകയായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. NDRF സംഘം എത്തുമെന്ന് റവന്യൂ മന്ത്രി വൈകുന്നേരം പറഞ്ഞിരുന്നു. ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇനിയിപ്പോൾ തെരച്ചിൽ നാളത്തേക്ക് പുനരാരംഭിക്കാനാണോ തീരുമാനം? അസിത, അത് തന്നെയാണ്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകുന്നവരും ഇപ്പോഴും പ്രവർത്തനങ്ങളിൽ മുഴുകുന്നുണ്ട്. പക്ഷേ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾ ഇതിനകത്ത് കയറിയുള്ള തിരച്ചിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ശക്തമായി വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്ത് ഈ പറയുന്ന മാലിന്യത്തെ പുറത്തേക്ക് ഒഴുക്കി ഇതിൽ നിന്ന് ജോയിയെ പുറത്തെടുക്കാമെന്ന തരത്തിലുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന 5ാമത് പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് അത്ര കണ്ട് വിജയിച്ചില്ല. ഇപ്പോൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഈ ജോയി വീണ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു തടയണ കെട്ടി ഉയർത്തുകയാണ്. ആ തടയണ ഇന്ന് രാത്രി മുഴുവൻ പൂർത്തീകരിക്കുമ്പോൾ വെള്ളം മുഴുവൻ, ഇവിടെ ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ തടയണയിൽ വന്ന് കെട്ടി നിൽക്കും. അതിനുശേഷം രാവിലെയോടുകൂടി ഈ തടയണ പെട്ടെന്ന് തുറന്നു വിടുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ പെട്ടെന്ന് ഒഴുക്കുവെള്ളത്തിൻ്റെ ഫോഴ്സും അതിൻ്റെ ശക്തിയും ആ ഓട്ടവും കൊണ്ട്, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൊണ്ട് ഇവിടെ നിന്ന് വെള്ളം മുന്നോട്ട് പോകുന്ന പാതയിൽ ജോയിയെ പുറത്തേക്ക് തള്ളി എത്തിക്കാൻ കഴിയും. അവിടെ നിന്ന് ഈ പറയുന്ന മൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന തരത്തിലാണ്. മാലിന്യങ്ങൾ പൂർണ്ണമായി ഒലിച്ചു പോയില്ല എങ്കിൽ അവിടെ തങ്ങി നിൽക്കാതെ ഒരു പരിധിവരെ ഈ രക്ഷാപ്രവർത്തകർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പാതയെങ്കിലും രൂപപ്പെടുമെന്നതാണ്. ഏകദേശം 135 മീറ്ററോളം വരുന്ന പ്രദേശത്ത് ഈ പറഞ്ഞ സ്കൂബ ടീമിൻ്റെ സംഘം അകത്ത് പ്രവേശിച്ചിരുന്നു. പക്ഷേ അത് ഇടുങ്ങിയ വഴിയിലൂടെ അവർ പ്രവേശിച്ചു അല്ലാതെ അവർക്ക് ജോയി ആ ഘട്ടത്തിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് ഈ മാലിന്യങ്ങൾ അട്ടിയായി അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ഈ ടീം അംഗങ്ങൾ, രക്ഷാപ്രവർത്തകർ ഞങ്ങളോട് തന്നെ പറഞ്ഞത് ഈ സിമൻറ്റ് ചാക്ക് അടുക്കി വയ്ക്കുന്നത് പോലെ മണ്ണും ചെളിയും ഈ പറഞ്ഞ മാലിന്യവും ചേർന്ന് പൂർണ്ണമായി അടയപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കൈരളി ന്യൂസിനാണ് 2015, 16, 17 കാലഘട്ടങ്ങളിൽ അന്ന് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി നടന്നിരുന്നു. ആ പദ്ധതിയിൽ ഈ പറഞ്ഞ കനാൽ പൂർണ്ണമായി ശുദ്ധീകരിച്ചിരുന്നു. അതിൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് ഈ കനാലിൻ്റെ ചൈത്ര ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് പവർ ഹൗസ് റോഡ് വരെ നീളുന്ന 200
മീറ്ററും ഈ ഹിറ്റാച്ചി പൂർണ്ണമായി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് ലഭിച്ചത്. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്യും. അത് അത്രയേറെ തുറന്ന തരത്തിൽ പൂർണ്ണമായി മാലിന്യങ്ങൾ ക്ലീൻ ചെയ്ത് 2015-16 കാലഘട്ടത്തിലാണ് ഇത് പൂർണ്ണമായി ക്ലീൻ ചെയ്ത് ഈ മാലിന്യം മുഴുവൻ മാറ്റിയെന്ന് കരാറുകാരൻ തന്നെ കൈരളി ന്യൂസിനോട് പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനുശേഷം റെയിൽവേയുടെ അറ്റകുറ്റപ്പണി, ഈ പറയുന്ന കനാലിനകത്തുള്ള ദൃശ്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി വാർത്ത കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിലെ ഇരുമ്പ് കമ്പികൾ പൂർണ്ണമായി ഇളകി നിൽക്കുന്ന അവസ്ഥ അന്നേ 2015 കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇത് പൂർണ്ണമായി ദ്രവിച്ച് താഴേക്ക് പതിച്ചിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് തന്നെ സ്ഥാപിച്ചിരുന്ന ഗ്രില്ലുകൾ പലതും തുരുമ്പിച്ച് പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സ്കൂബ ടീമിൻ്റെ അംഗങ്ങൾക്ക്, രക്ഷാ ടീമിലെ അംഗങ്ങൾക്ക് അകത്തേക്ക് ഈ നീന്തി പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ അസിത ഞാൻ സൂചിപ്പിച്ചതുപോലെ സിമൻറ്റ് ചാക്ക് അടുക്കിയതുപോലെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ, അവിടെ നിന്ന് വെള്ളം ഫിൽട്ടർ ചെയ്ത് ചെറുതായി പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. അതാണ് തമ്പാനൂരൊക്കെ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ, മഴയുണ്ടാകുമ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുകയും ഇതിലൂടെ ഈ പറഞ്ഞ കനാലിലൂടെ ഈ വെള്ളം ഒലിച്ച് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള അവസ്ഥയും ഉണ്ടായത്. ആമയിഴഞ്ചാൻ തോടിലൂടെ സുഗമമായി ഒഴുക്കുണ്ടായിരുന്നുവെങ്കിൽ തമ്പാനൂര് ഈ 2015 ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് തുടർച്ചയായി 3-4 വർഷം തമ്പാനൂരിൽ വെള്ളക്കെട്ട് ഇല്ലായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ വെള്ളം തടഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതിനും അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി മാറുന്നതിനും പ്രധാനമായ പങ്ക് ഇതിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഈ കനാൽ പൂർണ്ണമായി ശുദ്ധീകരിക്കാത്ത അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളായി കൈരളി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. 2015 കനാൽ വൃത്തിയാക്കുകയും കനാല് ചൈത്രംകോട്ടൻ്റെ ഭാഗത്ത് നിന്ന് നേരെ പവർ ഹൗസ് റോഡ് വരെ, ഈ പവർ ഹൗസ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ വലിയൊരു ഹിറ്റാച്ചി പൂർണ്ണമായി ഈ കനാലിനുള്ളിലൂടെ മൂവ്മെൻറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പവർ ഹൗസ് റോഡിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കൈരളി ന്യൂസ് പങ്കുവച്ചത്. അങ്ങനെ ആ ഘട്ടത്തിൽ പൂർണ്ണമായി ഇത് ചപ്പുചവറുകൾ മാറ്റി മാലിന്യം പൂർണ്ണമായി വൃത്തിയാക്കിയ പ്രദേശമാണ്. തുടർന്നുള്ള നടപടികൾ ഉണ്ടായില്ല. അതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇവിടെ തടയണ പൂർണ്ണമായി നിർമ്മിച്ച് വെള്ളത്തെ മുഴുവൻ കെട്ടി നിർത്തുകയാണ്. അതിനുശേഷം രാവിലെ ഈ തടയണ തുറന്ന് വിട്ട് അതിൻ്റെ ശക്തമായ നീരൊഴുക്കിൽ ഇത് ജോയിയെ പുറത്തേക്ക് എത്തിക്കാമെന്നതാണ് കരുതൽ. അതൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് പ്രായോഗികമായ ഒരു വശം കൂടിയുണ്ട്. കാരണം വലിയ തരത്തിൽ വലിയ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളം ആർത്തലച്ച് വരുമ്പോൾ പോലും ഈ പറയുന്ന തടയണ തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ കനാൽ അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയുള്ളപ്പോൾ എങ്ങനെയാണ് തടയണയിലെ വെള്ളം കൊണ്ട് മാത്രം പൂർണ്ണമായി കനാൽ തുറക്കുക എന്നൊരു സന്ദേഹവും കൂടി, എന്നൊരു ആശയക്കുഴപ്പവും കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങളുടെ രക്ഷാപ്രവർത്തനമില്ല, മറിച്ച് തടയണയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. അസിത. ശരി, നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകുന്നത്. നൃപൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. 2015 ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ തോടി കനാൽ വൃത്തിയാക്കിയപ്പോൾ അന്ന് അതിനുള്ളിലൂടെ ഒരു ഹിറ്റാച്ചിക്ക് കടന്നു പോകാവുന്ന തരത്തിൽ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതേ ഇടത്താണ്, അതേ ടണലിലാണ് ഇപ്പോൾ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ മാലിന്യം നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജോയിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇത്. 2015 ദൃശ്യങ്ങളാണ് എന്ന് പ്രേക്ഷകർ ഓർക്കുക. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ ടണൽ വൃത്തിയാക്കിയപ്പോൾ ഒരു ഹിറ്റാച്ചിക്ക് പൂർണ്ണമായും കടന്നു പോകാവുന്ന തരത്തിൽ ആ ടണൽ അന്ന് വൃത്തിയാക്കിയിരുന്നു. അതിനുള്ളിലുള്ള മുഴുവൻ മാലിന്യവും പുറത്തെടുത്തിരുന്നു. ഇതായിരുന്നു 2015 സാഹചര്യം. ഇതേ ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നത്. സ്കൂബ ടീം അംഗങ്ങളിൽ ഒരാൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ അവിടെ ആ ടണലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മാലിന്യം കുന്നുകൂടിയിരിക്കുകയാണ്. ഇതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നതും ഒരു വേള ജോയി അകപ്പെടാൻ കാരണമായിരിക്കുന്നതും. ചർച്ചയിൽ അതിഥികളിലേക്ക് പോകുന്നു. ശ്രീ വി കെ പ്രശാന്തിലേക്ക് പോകുകയാണ് ആദ്യം. ശ്രീ വി കെ പ്രശാന്ത്, രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി വിശദീകരിച്ചത്. ആ നിലയിൽ തന്നെയായിരിക്കും ക്രമീകരണം. അങ്ങേക്ക് പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതാകാം. ഒപ്പം കൂടി അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ടണലിനുള്ളിലേക്ക് സ്കൂബ ടീം അംഗങ്ങൾ പലതവണ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓരോ നിശ്ചിത മീറ്ററിലേക്കാണ് അവർ ആദ്യം എത്തിയിരുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് ഉള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. പൂർണ്ണമായും എത്തിച്ചേരാൻ ഇനി എത്രമാത്രം ഏരിയ ബാക്കിയുണ്ട്? ഒരുപക്ഷെ ജോയി അതിനുള്ളിൽ ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിൽ. എന്നാൽ സ്കൂബ ടീം അംഗങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഏരിയ ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്താണ്. മേയർ ഉൾപ്പെടെയുള്ള, കളക്ടർ ഉൾപ്പെടെയുള്ള, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കൂബ ടീം സാങ്കേതികമായി എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ചൈത്രം ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ പവർ ഹൗസ് റോഡിൻ്റെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ നമ്മുടെ
റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്കുള്ള മാൻഹോളുകളിൽ നിന്നുമായി സാങ്കേതികമായി അവർ മുഴുവൻ ദൂരവും പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ താഴെ അടിഞ്ഞിരിക്കുന്ന ചെളിയും മുകളിലുണ്ടായിരിക്കുന്ന മാലിന്യത്തിൻ്റെയും ഇടയിൽ കൂടിയുള്ള ഒരു പാത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അപ്പോൾ ആ പരിശോധനയിൽ അവർക്ക് വേണ്ടത്ര പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ചെളിയും കെട്ടിക്കിടക്കുന്ന മാലിന്യവും അടക്കം മാറ്റിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങളിലേക്കും അല്ലെങ്കിൽ പരിശോധനകളിലേക്കും പോകാൻ വേണ്ടി കഴിയൂ. ഇപ്പം നേവിയുടെ ടീം അടുത്ത 1 മണിക്കൂറിനകത്ത് ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നൊരു കാര്യം. രണ്ടാമത് തടയണ കെട്ടിക്കൊണ്ട് ഇതിലേക്ക് ഒരു ഫ്ലഷിംഗ് മെത്തേഡിലേക്ക് വെള്ളം ശക്തിയായി കൊണ്ടുവന്ന് മാലിന്യവും അല്ലെങ്കിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ജോയിയെ ഉൾപ്പെടെ അതിലൂടെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ചെറിയ മഴ പെയ്യുന്നൊരു സാഹചര്യത്തിൽ നഗരത്തിൽ വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലാക്കി കൊണ്ടുവേണം അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും എല്ലാ സംവിധാനവും ഇപ്പോൾ സർക്കാർ രാവിലെ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പങ്കെടുത്തു. ഇന്നിപ്പോൾ വൈകുന്നേരം റെയിൽവേയുടെ തന്നെ DRM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഏകോപനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നഗരസഭയുടെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു ഇറിഗേഷൻ കനാലാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ അനന്ത കാലഘട്ടത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസനെ ചെയർമാനാക്കിക്കൊണ്ട് അതിൻ്റെ CEO ആക്കിക്കൊണ്ടാണ് അന്ന് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത്. അന്ന് ജിജി തോംസൺ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ട് ആവശ്യം വേണ്ടുന്ന കത്തിടപാടുകൾ നടത്തി അനുവാദം വാങ്ങിയിട്ടാണ് ഓപ്പറേഷൻ അനന്ത നടത്തിയത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. കാരണം റെയിൽവേയുടെ അധീനതയിലുള്ളൊരു ഭൂമിയിൽ നഗരസഭയ്ക്കോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കോ കയറി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ വേണ്ടി കഴിയില്ല. റെയിൽവേയുടെ NOCയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കിട്ടിയാൽ മാത്രമേ അത്തരം പണികൾ ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അത് ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അനുവാദം വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജോയി ഈ ശുചീകരണ പ്രവൃത്തി ഏർപ്പെട്ടത്. അങ്ങനെയാണ് അപ്പോൾ പെയ്ത ഒരു അവിചാരിതമായിട്ടുള്ള മഴയിൽ ജോയി ഒലിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടായത്. എന്തു തന്നെയായാലും ഒരു കോർഡിനേഷൻ ഈ കാര്യങ്ങളിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിളിച്ചു പറയൽ കൂടിയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അത് നഗരസഭയായിക്കോട്ടെ, മൈനർ ഇറിഗേഷൻ ആയിക്കോട്ടെ, മേജർ ഇറിഗേഷൻ ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഇൻലാൻഡ് നാവിഗേഷൻ ആയിക്കോട്ടെ, വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയൂ. റെയിൽവേ അധികാരികൾ കൃത്യമായ ഇടവേളകളിൽ ഈ കനാൽ ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവരുകൂടി ഏറ്റെടുക്കണം. കാരണം 10,000-കണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട് ട്രെയിനുകൾ കടന്നു പോകുന്നത് ഈ കനാലിന് മുകളിൽ കൂടിയാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. പക്ഷേ അല്പം മുമ്പാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ അപകടം നടന്ന ശേഷമുള്ള ആദ്യമായി ഒരു പ്രതികരണം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത തേടുകയാണ് ഞാൻ അങ്ങയോട്. അതിലേറ്റവും പ്രധാനമായി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത്, ഇപ്പോൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മൾ കാണുന്ന ഈ മാലിന്യം മുഴുവനായും അതിലൊന്നുപോലും റെയിൽവേയുടെ ഏതെങ്കിലും അനാസ്ഥ കൊണ്ടുണ്ടായതല്ല. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുന്നുകൂടിയത് ആ നിലയിലല്ല. അതായത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ ഒഴുകി മാലിന്യം റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗത്തേക്ക് ഡംപ് ചെയ്യുകയാണ്. കോർപ്പറേഷൻ കൃത്യമായി മറ്റിടങ്ങളിൽ മാലിന്യം നീക്കാത്തത് കൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. റെയിൽവേ കൃത്യമായി അവിടെ ശേഖരിക്കപ്പെടുന്ന ഖരമാലിന്യം മറ്റൊരു തരത്തിൽ അത് നീക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ അടിഞ്ഞുകൂടിയിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? കോർപ്പറേഷൻ ഈ ഭാഗത്തൊന്നും മാലിന്യം മാറ്റിയിട്ടില്ല എന്നതാണോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇപ്പോൾ ഇവിടുന്ന് കോരിയ മാലിന്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് റെയിൽവേയിൽ ഉപയോഗിക്കുന്ന നീരിൻ്റെ കുപ്പിയും മറ്റ് പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ സംഗതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമല്ലോ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ അകത്ത് എന്ത് മാലിന്യ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഖരമാലിന്യം കൈകാര്യം ചെയ്യാൻ ഇവിടെ സംവിധാനമുണ്ടോ? ദ്രവമാലിന്യം കൈകാര്യം ചെയ്യാൻ ഇവിടെ സംവിധാനമുണ്ടോ? അപ്പോൾ ഇതൊന്നുമില്ല. ആകെ ഉള്ളത് നമ്മുടെ പാർക്കിംഗ് സ്പേസിനകത്ത് ഒരു ഇൻസിനേറ്റർ സ്ഥാപിച്ചിരിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരുവിധ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവിടെ കരാറെടുത്തിരിക്കുന്ന ആളുകൾ
ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ റെയിൽവേ പ്ലാറ്റ്ഫോമിനിടയിലുള്ള നിരവധി 3ഓളം മാൻഹോളുകളുണ്ട്. ആ മാൻഹോളുകളിലേക്കാണ് റെയിൽവേയുടെ പല മാലിന്യങ്ങളും പോകുന്നത്, ഇവിടുത്തെ സീവേജ് മാലിന്യങ്ങൾ പോകുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്, കുറ്റം ആരുടേത് എന്നുള്ളതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാവരും കൂടി ചേർന്നാലേ പരിശോധിക്കാൻ പറ്റൂ. നഗരസഭ വിചാരിച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടി കയറി ക്ലീനിങ് നടത്താനോ ഈ കാര്യങ്ങൾ ഇടപെടാനോ വേണ്ടി കഴിയില്ല. കാരണം ഇതൊരു സുരക്ഷാ മേഖല കൂടിയാണ്. അപ്പോൾ സുരക്ഷാ മേഖലയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ്റെ അനുവാദത്തോടു കൂടി അവരുടെ മേൽനോട്ടത്തോടു കൂടി വേണം നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ. ഒരേ സമയം നിരവധി ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകാനുള്ളതാണ്. അപ്പോൾ അതിനൊന്നും കോട്ടം തട്ടാതെ ഈ ക്ലീനിങ് നടത്തണം, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് റെയിൽവേ നഗരസഭയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല, അവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും പറഞ്ഞു, ഇത് എല്ലാം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്ക് മാറ്റാൻ വേണ്ടി ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല. PWD റോഡിലുള്ള ഓടകൾ PWD നന്നാക്കണം, ഇറിഗേഷൻ്റെ കൈത്തോടുകളും തോടുകളും കനാലുകളും അവർ നന്നാക്കണം, നഗരസഭയുടെ അധീനതയിലുള്ള ഓടകളും മറ്റ് സംവിധാനങ്ങളും അവർ നന്നാക്കണം. ഞാനതാണ് സൂചിപ്പിച്ചത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരുടെ അധീനതയിലുള്ള ഓടകളും കനാലുകളും ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന് നഗരസഭയുടെ സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്താം. ശുചീകരണ തൊഴിലാളികൾ ഉപയോഗിക്കാം, വാഹനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരമൊരു കോർഡിനേഷനാണ് ഈ പദ്ധതികൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി കൈകോർക്കുമ്പോഴല്ലേ നമുക്കത് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നഗരസഭ ഇത്തരത്തിൽ മാലിന്യം നീക്കാനായി മുൻകൈ എടുത്തതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കേസ് നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് അത്തരമൊരു വിഷയം വന്നത്. അന്ന് നഗരസഭയുടെ തൊഴിലാളികൾ ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ ഇതിനകത്ത് റെയിൽവേയുടെ അനുവാദമില്ലാതെ തന്നെ പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അന്ന് ആ ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടിയിലേക്ക് പോയി കേസിൻ്റെ ഘട്ടത്തിലേക്ക് പോയതാണ്. തുടർന്നാണ് മേയർ ഇടപെട്ടുകൊണ്ട് ആ കേസ് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയത്. അപ്പോൾ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കുമോ? കാരണം ഇന്നിപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട. പക്ഷേ ഇന്ന് റെയിൽവേ അധികൃതർ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല എന്നുള്ളതാണ്. പിന്നീടാണ് മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു, ശ്രീ വി കെ പ്രശാന്ത് മേയറായിരുന്ന കാലത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന റെയിൽവേ അധികൃതർ ഇത്രമാത്രം വ്യാജമായ ഒരു കാര്യം പറയുകയാണ് എന്നതാണോ അതിൽ കരുതേണ്ടത്? ആ കേസ് വാസ്തവമല്ലേ? അല്ല, ആ കേസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ മേയറായി ചുമതല വഹിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് കളക്ടറെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ മാലിന്യ നീക്കത്തിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോയത്. അന്ന് അത് റെയിൽവേ ചോദ്യം ചെയ്യുകയും അത് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ അതാണ് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞത്. റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് നഗരസഭയോ മറ്റ് ഏജൻസികളോ തനിയെ കയറി ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി തുനിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും. അപ്പോൾ അത്തരമൊരു അവസ്ഥ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ്? റെയിൽവേക്ക് എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്. ആ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ മാലിന്യം ക്ലീൻ ചെയ്യുകയും അങ്ങനെ ക്ലീൻ ചെയ്യപ്പെടുന്ന മാലിന്യം നഗരസഭയുടെ ഉത്തരവാദിത്വത്തിലൂടെ നിന്ന് മാറ്റുകയും വേണം. അപ്പോൾ ആ ഒരു കോർഡിനേഷനാണ് നമുക്ക് വേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ നിലയിലുള്ള ഒരു കോർഡിനേഷൻ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ റെയിൽവേയുടെ അടിയിലുള്ള ഈ മാലിന്യം മാറ്റുമ്പോൾ നഗരസഭയുടെ വാഹനങ്ങൾ ഉപയോഗിക്കാം, ശുചീകരണ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്താം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ശരി, ശ്രീ വി കെ പ്രശാന്ത്, ദയവായി അല്പസമയം കൂടി തുടരുക. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ മറ്റ് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. ശ്രീ KS പ്രതാപ് കുമാർ, അദ്ദേഹം ഫയർഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥനാണ്. ശ്രീ KS പ്രതാപ് കുമാർ, ഇതുവരെ നിരവധി മാർഗങ്ങളിലൂടെ ഈ ദൗത്യ സംഘം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. നിർഭാഗ്യവശാൽ അതൊന്നും പൂർണ്ണമായും ഫലവത്താകുന്നില്ല. ഇനി മറ്റെന്ത് മാർഗമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നതാണ് അങ്ങ് കരുതുന്നത്? നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ രക്ഷാ ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ മഴ പെയ്ത മലിനജലം ഒഴുകി വരുമ്പോൾ അതിലൊന്ന് ചവിട്ടാൻ പോലും മടിയുള്ളവരാണ് നമ്മൾ. അതുപോലെയുള്ള മനുഷ്യരാണ് കഴിഞ്ഞ 30-ലധികം മണിക്കൂറായി ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത്, മലിനജലത്തിൽ. അപ്പോൾ നാളെ മറ്റൊരു തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അവർ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നുള്ള രക്ഷാപ്രവർത്തനമാകണം അല്ലേ? അപ്പോൾ ഇനി എന്ത് മാർഗമാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത്? നമസ്കാരം മാഡം, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ.
ഹലോ, കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാം പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കാവോ? ശ്രീ പ്രതാപ് കുമാർ, വളരെ വ്യക്തമാണ് താങ്കൾ പറയുന്നത്, തുടർന്നോളൂ. ഓക്കെ. നമുക്ക് ഇപ്പൊ മേയർ, ബഹുമാനപ്പെട്ട MLA, വട്ടിയൂർക്കാവ് MLA വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം മേയറായിരുന്ന കാലയളവിൽ തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാനിപ്പോ റിട്ടയർഡാണ്. പിന്നെ ഈ വിഷയത്തിൽ അടുത്ത് നമ്മുടെ ദൗത്യത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനിയിപ്പോ നേവി വരാൻ പോകുന്നു. അവരിൽ എന്തെങ്കിലും ആധുനിക ഹ്യൂമൻ ബോഡി സെൻസറോ അതുപോലെയുള്ള റോബോട്ടിക് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അതുവഴി വല്ലതും ഫലവത്താകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ, ദുർബലമായ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഞാൻ അവരോട് സംസാരിച്ചില്ല, അവരാരെയും ഫോണിൽ കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വേറെ സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇനി എന്നെ സംബന്ധിച്ച് എന്റെ എക്സ്പീരിയൻസിൽ ഇനി ഒരു സജഷൻ ഇന്നത് ചെയ്യാം എന്ന് പറയാൻ കഴിയുന്നത് ഒന്നും തന്നെ ഇനി അങ്ങോട്ട് പ്രാക്ടിക്കൽ അല്ല. കഴിഞ്ഞ 32-33 മണിക്കൂറുകളിൽ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഇപ്പൊ കുഴൽക്കിണറുകളിലും മറ്റുമൊക്കെ പെട്ടിട്ട് 24 മണിക്കൂറിലധികം നീണ്ട രക്ഷാദൗത്യം നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ സാഹസികമായിട്ടാണ് ഈ 18 പേരുടെ ജീവൻ, നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ജീവൻ പരീക്ഷിച്ച് ഇവിടെ മറ്റൊരു ആളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെലവഴിച്ച് കഴിഞ്ഞത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനും അപ്പുറം ഒരു എഫർട്ട് സാധ്യമാണെന്ന്, ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് എനിക്കൊരു അഭിപ്രായമല്ല, എന്റെ ഒരു വിഷൻ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ്, ഹ്യൂമൻ ബോഡി സെൻസറോ ഡിറ്റക്ടറോ അതുപോലെ വല്ലതും നേവിയുടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും ഈ പറഞ്ഞ ആഴങ്ങളിൽ പെട്ടുപോയെങ്കിലോ, അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ വിലയിരുത്താനുള്ളത്, പറയാൻ കഴിയുന്നത്. പിന്നെ ടീം എടുത്ത എഫർട്ടിനെ പറ്റിയും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ 30-32 മണിക്കൂർ മിനിമം ഓക്സിജൻ കണ്ടന്റ് വെച്ചാണ് അവർ സർവൈവ് ചെയ്ത് പോകുന്നത്. ഇത് ആ ലോകം അറിയുന്നില്ല. കാരണം അവിടെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ മോണോക്സൈഡും അമോണിയയും ക്ലോറിൻ മാത്രം അടങ്ങിയ ടോക്സിക് ഗ്യാസിനിടയിൽ ഡൈലൂട്ടായി കിട്ടുന്ന ഒരല്പം ഓക്സിജന്റെ ഒരു ഇതിലാണ് അവർ പിടിച്ചു നിന്നത്. അപ്പൊ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA പറഞ്ഞ പോലെ നേരത്തെയും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം മേയറായിരുന്ന കാലയളവിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ 2018-19 ഫ്ലഡിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. എന്ത് ഭംഗിയായിട്ടാണെന്ന് മാനേജ് ചെയ്യുന്നത്. ഞാൻ ആരെങ്കിലും ഇൻഡിവിജ്വലായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ഒരാളെയും. പക്ഷെ റെയിൽവേയുടെ അനാസ്ഥയും ഈ കാണിച്ചതും നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാനത് പറയാൻ കാരണം ഈ ഇഷ്യൂ മാത്രമല്ല, ഒരു വർഷത്തില് കേരള ഫയർഫോഴ്സ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ, റെയിൽവേയിൽ അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടാവുന്ന തീപിടുത്തങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിയർലി 200 ടൈംസ് ആണ്. അവിടെ ഒന്ന് നോട്ട് ചെയ്യുക, ലോകം അറിയട്ടെ. അത് 200-ലധികം തവണ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇന്ത്യൻ റെയിൽവേയുടെ കേരളത്തിലെ കാസർഗോഡ് ഉപ്പള മുതൽ പാറശാല വരെയുള്ള സ്റ്റേഷനുകളിൽ ഇവരുടെ അനാസ്ഥ കാരണം ഉണ്ടാകുന്ന കാട്ടുതീ തടയാനും ഡീസൽ വാഗണുകളും പെട്രോൾ വാഗണുകളും എല്ലാം പിടിച്ചിട്ടിരിക്കുന്നിടത്തായിരിക്കും കാട്ടുതീ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ജീവൻ പണയം വെച്ച് അത് റെയിൽവേ ട്രാക്കിലേക്ക് ക്ലോസ് ആയി ഫയർ എഞ്ചിൻ എത്തില്ല. പലപ്പോഴും 200-300 മീറ്റർ ദൂരെ നിന്ന് വേണം ഹോസ് ലേ ഔട്ട് ചെയ്ത് വെള്ളം എത്തിക്കാനും കെടുത്താനും ഒക്കെ ഉള്ളത്. അപ്പൊ അത്രയും സമയത്ത് നമ്മളെടുക്കുന്ന റിസ്ക്കും അല്ലെങ്കിൽ ആ ഒഴിവാകുന്ന അപകടവും കേരളം ഒരു ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒരു വാഗണിൽ കുറഞ്ഞത് 72,000-80,000 ലിറ്റർ ഡീസലും പെട്രോളും ഒക്കെയാണ്. അങ്ങനത്തെ 30-40-70 വാഗണുകൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്രെയിൻ വാഗണുകളാണ് ഫയറിന് അടുത്തേക്ക് ഇവർ കൊണ്ടിട്ടിട്ട് വെറുതെ 101-ൽ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ സ്പോട്ടിലെത്തി 3-4 ഫയർ എഞ്ചിനുകളെത്തി അന്യ ജില്ലകളിൽ നിന്ന് കൂടെ വിളിച്ചെത്തിച്ചിട്ട് പോലും ഈ 101-ലേക്ക് മെസ്സേജ് അയച്ച് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിളിച്ച ആരെന്ന് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ ആ സ്റ്റേഷൻ മാസ്റ്ററോ വിളിച്ചയാളോ രംഗത്ത് വരാറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അലംഭാവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ഈ പറയുന്ന ജോയിയെ ഉൾപ്പെടെ ഡെപ്യൂട്ട് ചെയ്ത് ഈ ടോക്സിക് ഗ്യാസ് ടണലിലേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ആരായാലും, അതിലെ നേതൃത്വം വഹിച്ചവരാരായാലും വെളിച്ചത്തേക്ക് വരിക, ലൈം ലൈറ്റിലേക്ക് വന്നേ തീരൂ. അത് എന്ത് ധാരണയിലാണ് ചെയ്തത്? അപ്പൊ അവരവിടെ എന്ത് അവയർനെസ് അവർക്ക് ഉണ്ടായിരുന്നു? ടോക്സിക് ഗ്യാസ് ഇഷ്യൂസ് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ഒറ്റ ബ്രീത്തിൽ ഒരാൾ അൺകോൺഷ്യസ് അല്ല ഡെത്തിലേക്ക് പോകുന്നുള്ളതിന്റെ എത്രയോ പ്രൂഫ് നമ്മുടെ മുമ്പിലില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015 ആണെന്ന് തോന്നുന്നു, കണ്ണൂർ താഴെ ചൊവ്വയ്ക്കടുത്ത് വളർപട്ടണത്തിനടുത്ത് ഒരു വീട്ടിലെ 4 അംഗങ്ങൾ ആ വീട്ടിലെ ടോക്സിക് ഗ്യാസ് ശ്വസിച്ച് മരണപ്പെട്ടുപോയി. അടുത്തിടെ അതിന്റെ അടുത്തുള്ള ഒരാളിനെ, ഞാനൊരു ഡെപ്യൂട്ടി കളക്ടറാണ്, അവരെ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനും പരിചയപ്പെടാനും കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ആ ഗൃഹനാഥൻ അവരുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മാൻഹോളിൽ കൂടെ ഇറങ്ങി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജീവനം തുടരാൻ കഴിഞ്ഞില്ല. എയർവേ ബ്രീത്തിങ് ബാനിൽ എരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അത്രയും ക്വാണ്ടിറ്റിയിൽ ഹൈഡ്രജൻ സൾഫർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനക്കമില്ലാത്തതുകൊണ്ട് ഭാര്യയെ പോയി വിളിച്ചു. 51 വയസ്സ് സതീദേവി. എനിക്ക് നേരത്തെ പോലെ വാർത്ത വായിച്ച ഓർമ്മയുണ്ട്.
അപ്പോ ആ രണ്ടാമത്തെ ആള് മരണപ്പെട്ടു. അമ്മയും അച്ഛനെയും അനക്കമില്ലാത്തതുകൊണ്ട് 20 വയസ്സുള്ള മകൻ പോയി ഇറങ്ങി. മൂന്നാമത്തെ ആള് മരണപ്പെട്ടു. ഇത് പത്രങ്ങളെല്ലാം ഫ്രണ്ട് ന്യൂസിൽ കൊടുത്തിരുന്ന സംഭവമാണ്. ഒരു സംഭവം അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരാഴ്ചയിൽ ഒരാളെങ്കിലും ടോക്സിക് ഗ്യാസിൽ കേരളത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത്തരം ഒരു ഭീകരമായ സിറ്റുവേഷനിലേക്ക് ഒരുപക്ഷെ 50-ലധികം വർഷം, ഇപ്പോ പ്രശാന്ത് സാർ അവിടെ മേയറായിരുന്നപ്പോ ഹിറ്റാച്ചി പോയി വന്നു എന്ന് പറയുന്ന ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷത്തോളം കടന്നുപോയി. ഇത്രയും ഒരു ടണലിലേക്ക് ടോക്സിക് അല്ലെങ്കിൽ ഈ പൊല്യൂട്ടഡ് വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെ ആംബ്യൂട്ടഡ് വേസ്റ്റ് ഉൾപ്പെടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു ദിവസം 24 hours കൊണ്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്യാവുന്ന ടോക്സിക് ഗ്യാസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവും. ഒത്തിരി കേൾക്കുന്നവർക്ക് പിടികിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 24 hours അവിടെ സ്റ്റോർ ചെയ്യുന്ന ടോക്സിക് ഗ്യാസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അളവിലല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് 5 വർഷമോ 7 വർഷമോ ബ്ലോക്കായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒറ്റ ബ്രീത്തിൽ തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ടാകണം. എന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ അദ്ദേഹം മുമ്പോട്ട് ഒഴുകി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം ഒരു ബോട്ടിലോ ഒരാൾക്കോ ഒരു റെസ്ക്യൂ ഡൈവർ, എക്സ്പേർട്ട് ഡൈവർ പോലും ഓക്സിജൻ സിലിണ്ടർ വെച്ച് പോലും കടന്നു പോകാൻ കഴിയാത്തടത്തേക്ക് ജോയി എങ്ങനെ ഫ്രീ ഫ്ലോയിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മാഡം ചോദിച്ചെന്താണ് നമ്മുടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റൂ. പലയിടത്തും നമ്മൾ 3-4 ദിവസം അന്തൂരി ഇഷ്യൂ 2001 ഉണ്ടായപ്പോഴും ഏകദേശം 14 ദിവസത്തോളം നമുക്ക് തുടർച്ചയായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടി വന്നു. പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ഒരു ലാസ്റ്റ് കോർട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഇത് 1-2 ദിവസങ്ങൾ ഒരു പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായേക്കാം എന്നാണ് ഈ കേൾക്കുന്ന വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ അവിടെ സ്പോട്ടിൽ വന്ന ഒരാളല്ല. കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1-2 ദിവസത്തെ എഫേർട്ട് വേണ്ടിവരും. അത്ഭുതങ്ങൾ കാണിക്കാൻ നേവിക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതുപോലെ നമ്മുടെ ഡൈവിംഗ് ടീമിനെ വാക്കുകൾക്കപ്പുറത്ത് അഭിനന്ദിക്കുക. അവരുടെ ലൈഫ് പൂർണ്ണമായും ബ്ലഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ അവിടെ പിന്നിട്ടത്. അതിന് കൂടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഗവൺമെന്റും നിഴല് പോലെ പിന്തുടർന്ന് ആ സപ്പോർട്ടും മുമ്പ് ഉണ്ടായിട്ടുള്ളതല്ല കേട്ടോ. അതും കൂടി അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ വ്യക്തമാണ്. ശ്രീ കെ എസ് പ്രതാപ് കുമാർ, ദയവായി അല്പസമയം കൂടി തുടരുക. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങേയും അല്പസമയം കൂടി തുടരണം. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപ് ഞാൻ ശ്രീ വി കെ പ്രശാന്തിലേക്ക് ഒരു തവണ കൂടി പോകുകയാണ്. ശ്രീ വി കെ പ്രശാന്ത്, ഇന്നിപ്പോൾ റെയിൽവേ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ 2015, 2018, 2022 ഈ വർഷങ്ങളിലൊക്കെയും കോർപ്പറേഷനാണ് ഈ ഭാഗത്തെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് എന്ന് സമ്മതിക്കുന്നുണ്ട്. അന്നൊന്നും ഒരു തരത്തിലുള്ള പരാതിയും ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 2023 മുതലാണെന്ന് തോന്നുന്നു റെയിൽവേ ഇത് ഏറ്റെടുത്തത്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1 വർഷം മാത്രം മുൻപത്തെ പരിചയമുള്ളൂ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 2022 വരെ കോർപ്പറേഷൻ വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്തിരുന്ന ഈ പ്രവർത്തനം 2023 മുതൽ പൊടുന്നനെ റെയിൽവേയുടെ കയ്യിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ അതിലൊരു വിമുഖത കാണിച്ചത് കൊണ്ടാണോ? അല്ല, നമ്മൾ കോർപ്പറേഷൻ നേരത്തെ ഇത് റെയിൽവേയുടെ അനുവാദത്തോടു കൂടി ക്ലെയിം ചെയ്തിരുന്നു. ഇപ്പോൾ റെയിൽവേ നേരിട്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ജോയി അപകടത്തിൽപ്പെടുന്നതും റെയിൽവേ ഏർപ്പെടുത്തിയ കരാറുകാരൻ്റെ തൊഴിലാളിയായി അതിനകത്ത് പണി ചെയ്യുമ്പോഴാണ് ആ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ റെയിൽവേ ഇതിനകത്തൊരു ഒരു എന്താണ് കൃത്യമായിട്ടുള്ളൊരു ആശയ വ്യക്തത ഇല്ലാതെയാണ് അവർ തന്നെ സൂചിപ്പിക്കുന്നത്. റെയിൽവേ തന്നെ ഏർപ്പെടുത്തിയ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നഗരസഭയെ ചെയ്യാൻ അനുവദിക്കാതെ റെയിൽവേ തന്നെ നേരിട്ട് ആ പണി ഏറ്റെടുക്കുകയാണ്. അതിൽ പരിചയമില്ലെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, റെയിൽവേ പല കാലങ്ങളിലും എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത സെക്രട്ടറിമാരും മറ്റുമൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പുകൾ ഉപയോഗിച്ച് ഒക്കെ കത്തിടപാടുകൾ നടത്തുമ്പോഴാണ് പലപ്പോഴും റെയിൽവേ അനുവാദം തരാറുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത് റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം റെയിൽവേ നീക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് അവർ വരിക തന്നെ വേണം. അത് കൃത്യമായി ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള സഹായം കോർപ്പറേഷനിൽ നിന്നും ഇറിഗേഷൻ വകുപ്പിൽ നിന്നും വാങ്ങിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വരണമെന്നുള്ളതാണ് ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ റെയിൽവേയുടെ ചില ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതെല്ലാം കോർപ്പറേഷൻ്റെ ചുമതലയാണെന്ന് വന്നു കഴിഞ്ഞാൽ റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്ത് കയറി കോർപ്പറേഷൻ മാലിന്യം നീക്കാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നഗരത്തെ സംബന്ധിച്ച് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായി പരിശോധിക്കുകയും രസകരമായ ഒരു കാര്യം, സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരം വളരെ വൃത്തിയുള്ളൊരു
നഗരം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നഗരമാണ്. അവിടെയാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു, അങ്ങ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ സ്ഥലത്ത് എങ്ങനെ കോർപ്പറേഷന് പോയി വൃത്തിയാക്കാൻ കഴിയുമെന്ന് ആ ചോദ്യം കോർപ്പറേഷൻ മുന്നിലേക്ക് വെക്കുമ്പോഴാണ് റെയിൽവേ അതിനെ തിരിച്ചടിക്കുന്നത്. എങ്ങനെ നഗരത്തിലെ മുഴുവൻ മാലിന്യമാണ് അത്ര ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുന്നുകൂടുന്നത്. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷൻ ഒരു ഭാഗത്തും വൃത്തിയാക്കിയിട്ടില്ല, ഒരു ഭാഗത്തും വൃത്തിയാക്കുന്നേ ഇല്ല, അവിടുത്തെ മുഴുവൻ മാലിന്യവും ഇവിടെ ചെന്ന് ഡംപ് ചെയ്യുന്നു എന്നുകൂടി റെയിൽവേ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം കോർപ്പറേഷനെതിരെ റെയിൽവേ ഉന്നയിക്കുന്നുണ്ട്. അതിൽ കൂടി ഒരു മറുപടി, അങ്ങ് മേയർ കൂടി ആയിരുന്ന ആളാണല്ലോ. അല്ല, അതിൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ നിന്നും കോരിയെടുത്ത മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും റെയിൽവേയിൽ ഉപയോഗിക്കുന്ന നീരയുടെ കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഉണ്ട്. നഗരസഭയുടെ മറ്റ് പുറത്തു നിന്ന് വരുന്ന മേഖലകളിലെ മാലിന്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട്. പക്ഷേ ഭൂരിഭാഗവും അത്തരം മാലിന്യങ്ങളാണ് എന്നുള്ളത് കാണണം. ഞാനതാണ് സൂചിപ്പിച്ചത്, ദിനംപ്രതി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ എന്ത് സംവിധാനമാണ് മാലിന്യ നീക്കത്തിന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളത്? അവർ കരാർ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ കരാർ നൽകിയിട്ടുള്ള ആളുകൾ കൃത്യമായി സെഗ്രിഗേഷൻ നടപടികൾ നടത്തുന്നുണ്ടോ? ദ്രവമാലിന്യം എന്ത് ചെയ്യുന്നു? ഖരമാലിന്യം എന്ത് ചെയ്യുന്നു? അജൈവ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത്തരമൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ റെയിൽവേ നടത്തുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നഗരസഭയുടെ ചുമലിലേക്ക് വഴി കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ച് ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സ്ഥലത്തേക്കും വലിച്ചെറിയേണ്ട ആവശ്യകത ഇപ്പോൾ ഇല്ല. എല്ലാ വീടുകളിലേക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾ പോയി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്തരമൊരു സംവിധാനം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വലിച്ചെറിയൽ കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ ആകമാനമുള്ളത്. ഇവിടെയാണെങ്കിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലുമില്ല. അപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് പോലുമില്ലാതെ ഈ നഗരം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉള്ള നഗരങ്ങളെക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്ന നയപരമായിട്ടുള്ള ഒരു സമീപനമാണ് തിരുവനന്തപുരം നഗരസഭ കൈക്കൊള്ളുന്നത്. അത് റെയിൽവേക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. റെയിൽവേയും ഈ കാര്യങ്ങളിൽ സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വം എന്ന നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയണം. അവരുന്നയിച്ച ആരോപണത്തിന് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന തോടിൽ നെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള മാലിന്യം ഈ കനാലിലേക്ക് വരാതിരിക്കാനുള്ള സൗകര്യം കോർപ്പറേഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള മാലിന്യം കൃത്യമായിട്ട് മാറ്റുമോ? ആ കാര്യത്തിൽ നിങ്ങളൊരു അഷുറൻസ് തരാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ മറ്റ് മാലിന്യങ്ങൾ ഈ തോടിലേക്ക് വരാതിരിക്കാനുള്ള ഇടപെടൽ നഗരസഭയ്ക്കും ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ കോർഡിനേഷൻ അതുകൂടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് പ്രദേശങ്ങളിൽ മാലിന്യം നീക്കം നടക്കാത്തതുകൊണ്ടാണ് അതെല്ലാം ഒഴുകി ഇങ്ങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായിട്ടും ചില മേഖലകളിൽ, ഇപ്പോൾ നമുക്കറിയാം രാജാജി നഗർ, അവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് വരുമാനം ഉറപ്പിക്കാൻ അവരെ മറ്റു മേഖലകളിലേക്ക് മാറ്റുക, പ്ലാസ്റ്റിക് ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കുക, ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ പോയി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക, അതുവഴി വരുമാനം ഉറപ്പാക്കുക. അപ്പോൾ ഇങ്ങനെ ബഹുമുഖമായിട്ടുള്ള പരിപാടികളാണ് നഗരസഭ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഇങ്ങോട്ടേക്ക് മറ്റു മാലിന്യങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നഗരസഭ ചെയ്യും. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ മാലിന്യം നീക്കും എന്നുള്ളൊരു ഉറപ്പാണ് റെയിൽവേ തരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ ക്ലിയർ ആണ് ശ്രീ വി കെ പ്രശാന്ത്. ദയവായി തുടരുക, മടങ്ങി വരാം. ശ്രീ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു നഗരത്തിൽ എത്രമാത്രം പ്രധാനമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു അപകടം നടക്കുന്നു, ആ ദൃശ്യങ്ങൾ നമ്മൾ നേരിൽ കാണുകയാണ്. എത്രമാത്രം മലീമസമാണ് ആ സാഹചര്യം എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ജനങ്ങൾ പോലും കോർപ്പറേഷന്റെ തലയിൽ പഴിചാരുന്നു, റെയിൽവേയുടെ തലയിൽ പഴിചാരുന്നു. പക്ഷേ ഈ മാലിന്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ മാലിന്യ നീക്കം അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഇവിടെ ഇപ്പോൾ റെയിൽവേ ഒക്കെ ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോഴും ഈ മാലിന്യം കുന്നുകൂടുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ടാണ് കരക്കിരുന്ന് ചില ആളുകൾ കോർപ്പറേഷന്റെ മേലിൽ ചെണ്ട കൊട്ടുന്നത്. അതെങ്ങനെ ശരിയാകും ശ്രീ സുഭാഷ് ചന്ദ്രബോസ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അർബൻ ഇംപ്രൂവ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു, അതിൻ്റെ ഒരു നോഡൽ ഓഫീസറായിട്ട്. അതുപോലെ ഓപ്പറേഷൻ അനന്തയിലും കുറച്ച് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കരമന നദിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, കിള്ളിയാറിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും മറ്റു കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകില്ല എന്ന് അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം
ഇതിനകത്ത് ജനങ്ങളുടെ ഒരു പങ്കുണ്ട്, വലിയ പങ്കുണ്ട് ജനങ്ങൾക്ക്. ഒരു വലിച്ചെറിയൽ സംസ്കാരത്തിലേക്കാണ് നമ്മൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ പങ്കാണ്. ഡസ്റ്റ്ബിൻ വെച്ചാൽ ഡസ്റ്റ്ബിന്നിൽ ഇടാതെ താഴെ ഇടുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ കാരണം ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത് തന്നെ, അത് നിറഞ്ഞിട്ടൊന്നുമില്ല, വേക്കൻ്റായിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൻ്റെ താഴെ മാലിന്യം അല്ലെങ്കിൽ പേപ്പർ കവറോ മുട്ടായി കവറോ ഇടുന്നത് മ്യൂസിയത്ത് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ട്. നിയമപരമായ ചില കാര്യങ്ങളുണ്ട്. കോർപ്പറേഷൻ്റെ പങ്കുണ്ട്, റെയിൽവേയുടെ പങ്കുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു പങ്കുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മാലിന്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിളപ്പിൽശാല ഫാക്ടറി എന്ന തികച്ചും കേന്ദ്രീകൃതമായൊരു സംവിധാനത്തിലേക്ക് പോയി. അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, പക്ഷേ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ നേരെ അങ്ങ് സ്വിച്ച് ഓവർ ചെയ്യുകയാണ്. വികേന്ദ്രീകൃതമായിട്ടുള്ള ഖരമാലിന്യ നിർമ്മാർജ്ജനമൊക്കെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഉറവിട സംസ്കരണം, മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് അങ്ങ് സ്വിച്ച് ഓവർ ചെയ്യുകയാണ്. പക്ഷേ അത് പാടില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ എല്ലാ കാലത്തെയും എൻ്റെ അഭിപ്രായം. ഞാനത് സർക്കാരിലുള്ളപ്പോഴും വളരെ വ്യക്തമായി ഉന്നത വേദികളിലൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കാരണം നമുക്കൊരു ത്രിതല, ഇപ്പോൾ MLA ഇവിടെ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട MLA ഉണ്ട്, നമുക്കൊരു ത്രിമുഖ തന്ത്രം വളരെ കൃത്യമായി ആവശ്യമുണ്ട്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട്, കൃത്യമായി സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട്. കാരണം വീടുകളിൽ മാത്രമല്ല നഗരങ്ങളിൽ മാലിന്യം ഉണ്ടാകുന്നത്. ചാല, പാളയം പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഓഫീസുകൾ, വൻകിട സ്ഥാപനങ്ങൾ, ഇപ്പോൾ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ, KSRTC പോലുള്ള സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന, മൈഗ്രേറ്റ് ചെയ്ത് വന്നു പോകുന്നൊരു നഗരമാണിത്. അപ്പോൾ അവിടെ വീടുകളിൽ ചെയ്യുന്ന ഉറവിട മാലിന്യ സംസ്കരണം കൊണ്ട് മാത്രം ഈ വിഷയം പരിഹരിക്കപ്പെടില്ല. തീർച്ചയായിട്ടും സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആവശ്യമുണ്ട്. മിനി പ്ലാന്റുകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ 100 വാർഡുണ്ട്. 100 വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വാർഡ് കണക്കാക്കി വളരെ അവിടെ ജൈവമാലിന്യം പോലും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നന്നായി ജൈവമാലിന്യം അവർ കമ്പോസ്റ്റാക്കി കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ ഉറവിട മാലിന്യ സംസ്കരണവും. ഇതിൻ്റെ ഒരു അന്വേഷണവും ഗവേഷണവും നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ ചെയ്യുന്ന ഉറവിട മാലിന്യ സംസ്കരണത്തിൽ പൈപ്പ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ കലം കമ്പോസ്റ്റ്. പക്ഷേ പലപ്പോഴും അത് ഈ ജൈവമാലിന്യത്തിലല്ലേ അത്രമാത്രം പ്രായോഗികമാകും. മറ്റേതിനും ഞാൻ പറയാം, മറ്റേതിനും കൂടെ വേറൊരു അപ്രായോഗികത ഉണ്ട്. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ പ്രശ്നം പറയുമ്പോൾ ഉറവിട സംസ്കരണത്തെ പ്രോത്സാഹിപ്പിച്ചത് പോലും അതുകൊണ്ടാണല്ലോ. എൻ്റെ പോയിന്റ് ഇതാണ്, ഒരു ഒറ്റമൂലി പരിഹാരത്തിലേക്ക് പോകാതെ മറ്റത് കൂടി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഒരു ഒറ്റ മൂലയിലേക്ക് പോയി, ഒന്നുകിൽ കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഏറ്റവും വികേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ പോരാന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ തിരിച്ചും കൂടി ചിന്തിക്കുന്നുണ്ട്. നല്ല നഗരങ്ങളിൽ, ഇപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ, അതുപോലെ ഒരുപാട് വൻകിട നഗരങ്ങളെടുത്തു, ജപ്പാൻ, വൻകിട നഗരങ്ങളിൽ നഗരമധ്യത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യർ നന്നായി പാർക്കുന്ന നഗരത്തിൻ്റെ മധ്യത്തിൽ പ്ലാന്റുണ്ട്. ഇവിടെ ചാലയിൽ ഒരു വർഷം ഞാൻ ഓർക്കുന്നില്ല, ചാലയുടെ മാലിന്യം സംസ്കരിക്കാൻ ചാലയ്ക്കകത്ത് തന്നെ ചാലയുടെ സൈഡിൽ പ്ലാന്റ് കൊണ്ടുവരാൻ, ഏറ്റവും അൾട്രാ മോഡേൺ ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവരാൻ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിലാണ് ആ പ്രപ്പോസൽ നശിപ്പിക്കപ്പെട്ടു പോയത്. വളരെ ലളിതമായ കുറച്ച് പേരുടെ എതിർപ്പ് കൊണ്ടാണ് അതങ്ങനെ പോയത്. നമ്മളത് പറ്റില്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി സംഘടനകളും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. മാലിന്യം സംസ്കരിക്കാൻ നമുക്ക് വികേന്ദ്രീകൃതമായി ചെയ്യാം, ഓക്കെ. ബെർമി കമ്പോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന, കൃഷിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളമാക്കേണ്ടതിന് കുഞ്ഞു പ്ലാന്റുകൾ ആവശ്യമുണ്ട്. പിന്നെ മെഗാ പ്ലാന്റും ആവശ്യമുണ്ട്. ഇങ്ങനെ ഇത് ശാശ്വതമായി പരിഹരിക്കൂ. പിന്നെ ആളുകളുടെ ഒരു ബോധത്തിൻ്റെ പ്രശ്നമുണ്ട്, വലിച്ചെറിയലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം തമ്പാനൂരിൻ്റെ ഈ വിഷയം തന്നെ, പിന്നെ നമ്മുടെ ആമേഴഞ്ചാൻ്റെ വിഷയം തന്നെ എടുക്കുമ്പോൾ ചില വർഷങ്ങളിൽ കോർപ്പറേഷൻ നന്നായി ചെയ്തിരിക്കുന്നു, ചില വർഷങ്ങളിൽ ഇവർ ചെയ്തിരിക്കുന്നു, രണ്ടു കൂട്ടരും ചെയ്തിരിക്കുന്നു. പക്ഷേ അവരൊരു കോർഡിനേഷനിലൂടെയാണ്, ഇപ്പം ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായൊരു കോർഡിനേഷൻ അവിടെ കയറി കോർപ്പറേഷൻകാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അത് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവർക്ക് വേണ്ടി കോർപ്പറേഷൻ ചെയ്യണം, കോർപ്പറേഷൻ മാറ്റി കൊടുക്കുക. അപ്പോൾ അതെന്നൊക്കെ ഒരു ഡയലോഗിലൂടെ, ഒരു ചർച്ചയിലൂടെ, ഒരു ജെന്റിൽമാൻ എഗ്രിമെൻറ്റിലൂടെയൊക്കെ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് നമുക്ക് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. ആയിരക്കണക്കിന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സിറ്റിയാണ്, ദിവസം പ്രതി വന്നു പോകുന്ന സിറ്റിയാണ്. അവിടെ തീർച്ചയായിട്ടും തികച്ചും കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അക്കാഡമിക്കായിട്ടുള്ള ഒബ്സർവേഷൻ. മറ്റൊരു തരത്തിലല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഒബ്സർവേഷനും കൂടെയുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മാലിന്യം സംസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൈപ്പ് കമ്പോസ്റ്റ് അതുപോലുള്ള സംവിധാനങ്ങളിൽ ഇനിയും ഇന്നവേഷൻ നടക്കണം.
കുറച്ചുകൂടി നല്ല ഇന്നൊവേഷൻസ് നടക്കണം, കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നൊവേഷൻസ്, അത് ഇപ്പോൾ ഉള്ളത് പര്യാപ്തമാണ്, പക്ഷേ കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നൊവേഷൻസ് നടക്കുകയും പിന്നെ അതുപോലെ തന്നെ കർശനമായ നിയമം. നമുക്കിപ്പം ജലസ്രോതസ്സിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 25,000 രൂപ അപ്പം തന്നെ ഫൈനടിക്കാം, 2 ലക്ഷം രൂപ ഫൈനടിക്കാം വേറെ സാഹചര്യത്തിൽ. ഇംപ്രസൺമെൻ്റ് ഉണ്ട് 3 വർഷത്തെ. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറച്ച് പേരെ പിടിച്ച് അകത്തൊക്കെ ഇടണം. ഞാൻ വേറെ മറ്റൊന്നും നോക്കാതെ കുറച്ച് പേർക്ക് നിയമമൊക്കെ ബാധകമാക്കണം. അപ്പോൾ ആ തരത്തിൽ നിയമത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്, മാലിന്യ സംസ്കരണത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഇടപെടലുകളുണ്ട്, പ്ലാന്റുകൾ വിവിധ തരത്തിൽ വരേണ്ടതിൻ്റെ ഇടപെടലുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുതിർന്ന ആളുകളെ അവരുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ സ്കൂൾ തലങ്ങളിൽ, കുട്ടികളുടെ തലങ്ങളിൽ തന്നെ വളരെ ഗൗരവമായ ആറ്റിറ്റ്യൂഡനൽ ചേഞ്ചിൻ്റെയും ബിഹേവിയറൽ ചേഞ്ചിൻ്റെയും ഹാബിച്വൽ ചേഞ്ചിൻ്റെയും ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ ക്യാമ്പയിനുകൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും മറ്റു വഴി. ഇപ്പോൾ പ്രളയത്തിന് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട MLA ഇവിടെ ഇരിക്കുകയല്ലേ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യുവജനങ്ങളെ വല്ലാതെ ഇളക്കി വിട്ടതല്ലേ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ യൂത്തിനെയും കോളേജുകളെയും സ്കൂളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളിൽ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച്, ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനെതിരെയൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ചില പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ ബഹുമുഖമായ തന്ത്രങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ നഗരത്തിലെ മാലിന്യ സംസ്കരണം വളരെ കൃത്യമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. പിന്നെ ആപത്ത് ഘട്ടം വരുമ്പോൾ അത് വേറെ റെസ്ക്യൂ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളാണ്. പക്ഷെ അല്ലാതെ ഇത് കഴിഞ്ഞാൽ ഈ ചർച്ച തുടരണം. തിരുവനന്തപുരം നഗരത്തിലെ ആയാലും ഏത് നഗരത്തിലായാലും മാലിന്യം സംസ്കരിക്കുന്നതിന് ത്രിമുഖ തന്ത്രം തന്നെ ആവശ്യമുണ്ട്. ആ ത്രിമുഖ തന്ത്രത്തിൽ ഒന്നാമത്തെ തന്ത്രം പ്രയാസമുള്ളതാണ്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് ആളുകൾ ചിലപ്പോൾ അനുവദിക്കത്തില്ല. അതിന് ആളുകളെ എക്വിപ്പ് ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് ജനങ്ങളെ എക്വിപ്പ് ചെയ്യണം. കാരണം ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പിന്നെ മിനി പ്ലാന്റുകൾ ആളാൻ അനുവദിക്കും. ചെറിയ ചെറിയ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതോ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ആളുകൾ അംഗീകരിക്കുന്നതാണ്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ. അപ്പോൾ അത്തരത്തിലുള്ളത് ആലോചിക്കാം. പിന്നെ ഉറവിട മാലിന്യ സംസ്കരണം, ഇങ്ങനെ പിന്നെ ആളുകളുടെ സ്വഭാവത്തിൻ്റെ മാറ്റത്തിൽ വരുവാനുള്ള പ്രവർത്തനങ്ങൾ, ഇന്നൊരു 3-4 സ്റ്റേജായിട്ട് മാലിന്യ സംസ്കരണം കാണേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എപ്പോഴും നടക്കുന്നത് മഴയുടെ തൊട്ട് മുമ്പാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ DRM ഈ കാര്യം വിശദീകരിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അങ്ങയിലേക്ക് വരാം. അത് നമുക്ക് അടുത്ത വിഷയമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം DRM ആ കാര്യം വിശദീകരിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ശ്രീ പ്രതാപ് കുമാർ, ഇപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. നോക്കൂ, സാധാരണഗതിയിൽ ഇത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സുരക്ഷയും ഇല്ലാതെ 3 പേരെ ഇറക്കി വിടുന്നതാണോ റെയിൽവേയുടെ ശുചീകരണത്തിനുള്ള കരാർ? ഈ എത്രമാത്രം നിരുത്തരവാദപരമായ പെരുമാറ്റമാണെന്ന് നോക്കൂ. ഒരുപക്ഷെ അത് കരാറുകാരുടെ തലയിൽ വെക്കാമായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരിടത്തേക്ക് 3 മനുഷ്യർ ഇറങ്ങിയാൽ എന്താകും എന്നുള്ളത് യുക്തിപരമായി ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. മാഡം, ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ റെയിൽവേ കാണിച്ച ഒരു അബദ്ധമല്ല ഇത്. റെയിൽവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ 200-ലധികം തവണ കേരള ഫയർഫോഴ്സ് റെയിൽവേയുടെ തീ അണയ്ക്കാൻ ഓടേണ്ടി വരുന്നു. അവിടെ എന്തെല്ലാം ലിമിറ്റേഷൻ ഉണ്ടെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണെന്നുള്ളത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ലാത്തൊന്നും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് സംഭവിക്കുമായിരുന്ന ഭയാനകമായ അപകടങ്ങളെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഈ റെയിൽവേയുടെ ഗുഡ്സ് വാഗണിൽ കൊണ്ടുപോകുന്നത് മറ്റേ ഡ്രിങ്കിങ് വാട്ടർ അല്ല. അപ്പൊ അതും കൂടെ ഒന്ന് റെയിൽവേ ചിന്തിക്കണം ഇനിയെങ്കിലും. ഒപ്പം ആ ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏത് HOD ആയാലും അവര് 3 മനുഷ്യജീവന് ഇത്രയും ഇന്റൻസിറ്റി ഉള്ള ടോക്സിക് ഗ്യാസ് ഉള്ള അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്തടത്തേക്ക് ഡെപ്യൂട്ടി കോൺട്രാക്ടർക്ക് പേര് പറഞ്ഞൊഴിയാൽ അവർക്ക് ജോലിക്കാരെ ഏൽപ്പിച്ചെന്ന് പറയാം ഒക്കെ ആണെങ്കിലും അത് പാസ്സാക്കിയ ഉദ്യോഗസ്ഥൻ ആ അപകട സാഹചര്യത്തെ പറ്റി ഇനിയെങ്കിലും ഈ അവസ്ഥയിലെങ്കിലും ബോധവാനാണോ, ഇനി അത് ആവർത്തിക്കാതിരിക്കാനെന്നുള്ളതാണ് നമുക്ക് ആദ്യമേ അറിയേണ്ട ഒരു ആശങ്ക എന്ന് പറയാം. രണ്ടാമത് റെയിൽവേ നേരത്തെ പലരും സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്ത് സേഫ്റ്റി ഏത് ഭാഗത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന്. ജസ്റ്റ് ഒരു കുട്ടിയെയും കൊണ്ടുപോകുന്നയാളിനെ കയ്യെത്തിയാൽ തൊടാവുന്ന കാലത്തിലല്ലേ 440 വോൾട്ട് DC ഇലക്ട്രിക് ലൈൻ പോയിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? പലപ്പോഴും പല ഭാഗത്തും ആരുടെയെങ്കിലൊക്കെ ഇടപെടൽ കൊണ്ട് ചെറിയ ചെറിയ സീലിംഗ് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ എത്രയോ ഇൻസിഡന്റ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജിൽ ചാടി ലൈനിലേക്ക് ചാടിയിരിക്കുന്നു. അപ്പൊ ഇതുപോലെ റെയിൽവേയുടെ അലംഭാവവും അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയും നമ്മൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് അതിൽ നിന്ന് ആദ്യം മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരുടെയും മനസ്സ് ജോയിയെ എങ്ങനെയെങ്കിലും ജോലിയുടെ ഒരു തിരിച്ചുവരവ്, ലോകം കാത്തിരിക്കുന്ന തിരിച്ചുവരവിലേക്ക് നമുക്കൊരു ഉത്തരം കിട്ടുക എന്നുള്ള ദൗത്യമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓരോ ഈച്ച് ആൻഡ് എവരി മനുഷ്യൻ
സമ്പർക്കം നടത്തുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടെന്ന് നമുക്ക് എത്രയോ തവണ ടോയ്ലറ്റിൽ വെച്ച് ചായ ഇട്ട് കൊടുത്ത് പിടിച്ചതല്ലേ? എത്രയെങ്കിലും തവണ ടോയ്ലറ്റ് വാട്ടറിൽ ചായ ഇടുന്ന ക്യാൻറ്റീനകത്ത് പാൻട്രി കാർഡിൽ നിന്ന് പിടിച്ച് നമ്മൾ വീഡിയോയിൽ മനോരമ ചാനൽ ഉൾപ്പെടെ പല ചാനലുകളും കാണിച്ചതല്ലേ ഇവിടെ? അപ്പൊ അതുപോലെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അത് റെയിൽവേയുടെ കുറ്റങ്ങളുടെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ വഴിതെറ്റിപ്പോകും. നമുക്കൂടെ ആവശ്യം തിരിച്ച് ജോലിയെ കിട്ടുക എന്നുള്ളതായതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാതെ ഈ വിഷയത്തിൽ മാത്രം സംസാരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു സാഹചര്യത്തിലും റെയിൽവേ ന്യായീകരിക്കാനുള്ള ഗ്രൗണ്ട് ഇപ്പോഴും അവർക്കില്ല. അവര് ഒരു ജീവനുള്ള ഒരാളാണ് ഇതിലേക്ക് വിടുന്നതെന്ന് ആ വിട്ട ഉദ്യോഗസ്ഥന് ഓർമ്മയുണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തുടർന്ന് ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ ബഹുമാനപ്പെട്ട MLA ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങൾ അദ്ദേഹം തിരുവനന്തപുരത്ത് മേയറായിരുന്നപ്പോൾ ആ കാലയളവിൽ സംഭവിക്കുമായിരുന്ന 18-19 ഫ്ലഡൊക്കെ വന്ന് വീഡിയോയിൽ റീകളക്ട് ചെയ്ത് കണ്ടാൽ അറിയാം എന്തുമാത്രം ഭയാനകമായിരുന്ന സിറ്റുവേഷനിലാണ് കടന്നുപോയതെന്ന്. അതുപോലെ ആ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അത്രയും ഒരു ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും വരേണ്ടിയുണ്ട്. റെയിൽവേ ഈ വിഷയത്തിൽ റെയിൽവേ ആണ് ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്തെങ്കിലും നമ്മൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇൻലൻഡ് നാവിഗേഷനും മൈനർ ഇറിഗേഷനും എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ നമ്മൾ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ആകേണ്ടിയുണ്ട്. ഒപ്പം ഒരു സേഫ്റ്റി കൾച്ചർ, ഒരു ഡിസിപ്ലിൻ കൾച്ചർ, ഒരു ഉളുപ്പുമില്ലാതെയാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ കവറും ചായ കുടിച്ച മഗ്ഗും വെള്ളം കുടിച്ച ബോട്ടുകളും എല്ലാം അലക്ഷ്യമായെന്ന് വലിച്ചെറിയുന്നത്. ഒരു പരിഷ്കൃത സമൂഹമെന്നോ ഇത് നാളെ എന്റെ തന്നെ ജീവൻ അപകടത്തിലാക്കാൻ ഇതുപോലെ തടയണയായി മാറുമെന്നോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ഏരിയ നമുക്ക് ഇപ്പോഴില്ല. സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞു ഇത് ഒരു 2-3 തലങ്ങളിൽ കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ ഒരു വർഷക്കാലം നീണ്ട ഒരു സന്ധിയില്ലാ സമരത്തിലൂടെ ഒരു യജ്ഞത്തിലൂടെ മാത്രമേ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഇതിന് ഒറ്റ മൂല്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞാണ് എന്റെ കറക്റ്റ്, ഒറ്റ മൂല്യമൊന്നുമില്ല. കാരണം ഒരു സൊസൈറ്റിയിലെ മെജോറിറ്റി, അതായത് എബോ 90% ആളുകളും ഇതിന് സീരിയസ്ലി അഡിക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൾച്ചറിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് ഇതിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു CT എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും ബോധവൽക്കരണങ്ങൾ ഉണ്ടാകേണ്ടിയുണ്ട്. ഞാൻ ഒരിക്കലും മറ്റൊരാൾക്ക് ബാധ്യതയാകുന്ന ഒരു പ്രവൃത്തിയിലൂടെ ആകില്ല എന്ന ഒരു തത്വം എല്ലാവരും കുട്ടിക്കാലത്തെ ശീലിച്ചു വന്നാൽ ഇതൊക്കെ നമുക്ക് ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. എനിവേ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്ക് ഒറ്റമൂലി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണം. ഒപ്പം റെയിൽവേ പോലെയുള്ള എയർപോർട്ടിനെ പോലെയുള്ള അതുപോലെയുള്ള വൻകിട സ്ഥാപനങ്ങൾ, അദ്ദേഹം സൂചിപ്പിച്ച വളരെ റിലവന്റ് ആയിട്ടുള്ള മാർക്കറ്റുകൾ, ചാലയിലെയും മണക്കാട് മാർക്കറ്റിലെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാർക്കറ്റുകളുണ്ട്. ഈ പല ഭാഗത്ത് നമ്മുടെ മുട്ടത്തറയ്ക്കടുത്തൊക്കെ ചില മാർക്കറ്റുകളുണ്ട്. സിറ്റിക്കകത്ത് തന്നെ ഇടപ്പഴിഞ്ഞ് മുതൽ സിറ്റി മൊത്തം ഒന്ന് കവർ ചെയ്താൽ മെഡിക്കൽ കോളേജ് ഉള്ളൂരൊക്കെ ഉള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളുടെ എണ്ണിയാൽ എബോ 100 ആണ്. 100-ലേറെ മാർക്കറ്റുകൾ, പച്ചക്കറിയുടെ ആയാലും അറവ് ശാലകളുടെ വേസ്റ്റുകളായാലും മത്സ്യത്തിന്റെ വേസ്റ്റുകളായാലും എല്ലാം അലക്ഷ്യമായി എവിടെയൊക്കെയോ ഡംപ് ചെയ്ത് അങ്ങ് വിടുന്നു. പല അധികാരികൾ ഇക്കാര്യത്തിൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന്റെ ചുമതലയുള്ള ആളുകൾ കാറിൽ AC ഇട്ട് പോകുന്നുണ്ട്. അവർക്ക് ഇതിന്റെ സ്മെല്ലോ മറ്റ് ഇമ്പാക്ട് വരാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം ഒരു ഫലപ്രദമായ ഇടപെടൽ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, ഒരു പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത്രയും ദുഷ്കരമാണ് നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ AC ഇല്ലാത്ത വാഹനത്തിലോ സിറ്റി കൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ അനുഭവപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് കൾച്ചർ മാറുന്നതിനേക്കാളൊക്കെ ആവശ്യം ഇതിന്റെ ഇമ്പാക്ട് എത്രമാത്രം ഗൗരവ സ്വഭാവമുള്ളതാണെന്നും അത് ഒരു നമ്മളെപ്പോലെ ആളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു വൻ അനർത്ഥം, ഒരു വൻ ദുരന്തമായി തന്നെ പരിണമിച്ചു വരുമെന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിന്റെ എല്ലാ മിഷനറികളും ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പോലെ അവിടെ രാഷ്ട്രീയമോ മറ്റ് പരിമിതികളോ വയ്ക്കാതെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. അതിൽ കക്ഷി രാഷ്ട്രീയമേ വരില്ലെന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ അത് വിജയത്തിലെത്തിക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശ്രീ VK പ്രശാന്ത്, നമ്മൾ അല്പം മുമ്പ് 2015 ദൃശ്യങ്ങളാണ് കാണിച്ചത്. അന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി കോർപ്പറേഷൻ ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ വ്യക്തവുമാണ്. പക്ഷെ അപ്പോൾ പോലും അതിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതിൽ ആ കോൺക്രീറ്റും കമ്പികളും ഒക്കെ ദ്രവിച്ച് അത് ഏത് നിമിഷവും അപകടത്തിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ മറ്റ് പശ്ചാത്തലമുള്ളത്. അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്, റെയിൽവേ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ 2015 ശേഷം ഇതുവരെ അത് റെയിൽവേയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പോലും ഇപ്പോൾ നോക്കൂ, കോർപ്പറേഷൻ കത്ത് നൽകുമ്പോൾ റെയിൽവേ ഇത് വൃത്തിയാക്കുന്നു. അപ്പോൾ കോർപ്പറേഷൻ കത്ത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിയാക്കൽ നടത്തേണ്ട ഒരു സംവിധാനമാണോ റെയിൽവേ എന്നുള്ളത് ഒരു ചോദ്യം. മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അത് അവിടെ ഈ ചവറ് വാരുന്നത് മാത്രമാണോ ശുചീകരണം അല്ലെങ്കിൽ ഇതിനുള്ള മുൻകരുതൽ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഇപ്പോഴും ആ കമ്പിയും കോൺക്രീറ്റും ഒക്കെ ആ നിലയിൽ തന്നെ ആയിരിക്കണമല്ലേ ഉള്ളത്? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് വ്യാപകമായിട്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നൊരു സന്ദർഭമാണ്.
ഇപ്പോൾ കവച് എന്ന് പറയുന്നൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളപ്പോഴാണ് ട്രെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ റെയിൽവേയുടെ അടിയിലുള്ള ഒരു കനാൽ ബലപ്പെടുത്തുക അല്ലെങ്കിൽ ശുചീകരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അത് റെയിൽവേ ഉപയോഗിക്കുന്ന പൊതുജനങ്ങൾക്കാണ് അപകടം ഉണ്ടാവുക. ഞാൻ ഇടപെടുകയല്ല, പക്ഷെ ഒരു കാര്യം കൂടി അതിന് കൂട്ടത്തിലൊന്ന് കൂട്ടിച്ചേർത്ത് വെച്ചോട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ കവചിൽ ഉണ്ടാകുന്ന പ്രശ്നം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ട്രെയിനിലെ ഒരു ബെർത്ത് പൊട്ടി ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊന്നും റെയിൽവേ പ്രതിഭാഗത്ത് വരുമ്പോൾ ഇതൊന്നും വേണ്ട നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഉണ്ടാകുന്നില്ല. ഇവിടെ പോലും ഇപ്പോൾ നോക്കൂ, ഉത്തരവാദിത്തം പൂർണ്ണമായും റെയിൽവേയുടേതാണ്, റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ്, ഈ കരാർ നൽകിയിരിക്കുന്നത് റെയിൽവേ ആണ്, അവിടെ ഇറങ്ങിയ ജോയി ആ പണിക്ക് വിട്ടിരിക്കുന്നത് റെയിൽവേ ആണ്, പക്ഷേ ഉത്തരവാദിത്തം കോർപ്പറേഷനാണ്. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് റെയിൽവേ പ്രതിഭാഗത്ത് നിൽക്കുന്ന എല്ലാ കേസുകളിലും ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ല, അതാ ഞാൻ പറയുന്നത്, അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റി ഇത് വേറെ ആരുടെയെങ്കിലും തലയിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നുള്ളൊരു നിലയാണ് ഇപ്പോൾ റെയിൽവേ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടൊരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, റെയിൽവേ ഈ ഭാഗം ക്ലീൻ ചെയ്യുകയും മറ്റ് മാലിന്യങ്ങൾ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നഗരസഭ മറ്റ് സ്ഥലങ്ങളിൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഒഴുകി വരുന്ന മാലിന്യങ്ങളാണ് ഇവിടെ അടിയുന്നത് എന്നുള്ളൊരു നിലപാടാണല്ലോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ എൻട്രൻസിലേക്ക് നിങ്ങൾ നെറ്റ് സ്ഥാപിക്കും, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന മാലിന്യങ്ങൾ അവിടെ അടിയട്ടെ, അത് കോർപ്പറേഷനോ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അത് മാറ്റും. ഇതിനകത്തേക്ക് മാലിന്യം വരാത്തൊരു സ്ഥിതി വരുമല്ലോ. അപ്പോൾ അത് റെയിൽവേക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിനകത്തെ ക്ലീനിങ് കൃത്യമായി ചെയ്യാവുന്നൊരു കാര്യമാണ്, ബലപ്പെടുത്തൽ കൃത്യമായി ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി റെയിൽവേ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് വളരെ വിനയപരിസരം റെയിൽവേയുടെ അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട എംപിയും രാവിലെ നഗരസഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ നാളുകളിൽ നിന്നും വ്യത്യസ്തമായി നഗരസഭ വളരെ മുൻകൂട്ടി തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേക്കടക്കം കത്ത് കൊടുത്ത് ശുചീകരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന, റെയിൽവേയെക്കുറിച്ച് പറയാതിരിക്കുകയും കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ബഹുമാനപ്പെട്ട MP അടക്കം സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അദ്ദേഹം അടക്കം ചെയ്യേണ്ടത് റെയിൽവേയുടെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ കോർഡിനേഷൻ ഉറപ്പാക്കാൻ ആവശ്യം വേണ്ടുന്ന നടപടികളെടുക്കുക എന്നുള്ളതാണ്. നേരത്തെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ പ്രാഥമികമായി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമെങ്കിലും മാലിന്യം എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്ലാന്റായിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ വിളപ്പിശാലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബയോ കമ്പോസ്റ്റ് പ്ലാൻ. ആ പ്ലാന്റ് നമുക്ക് പൂട്ടേണ്ടതായിട്ട് വന്നു. ആ പൂട്ടിയ സാഹചര്യത്തിൽ പിന്നീട് പുതിയത് ഒരെണ്ണം തുറക്കുക എന്ന് പറയുന്നത്, എവിടെ നമ്മൾ പ്രഖ്യാപിച്ചാലും അവിടെയെല്ലാം ജനകീയ പ്രക്ഷോഭം വരിക, എതിർപ്പുയരുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഗവൺമെൻറ് തന്നെ പെരിങ്ങമലയിലെ 35 ഏക്കർ സ്ഥലം വനത്തിനകത്താണ്, ജനവാസ മേഖലയല്ല, അവിടെ എടുത്ത് ഒരു പ്ലാന്റ് സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുമ്പോൾ അവിടെ ജനകീയ പ്രക്ഷോഭം ഉയരുകയാണ്. അവിടെ നിന്നും ജാഥ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നഗരത്തിൽ ആകമാനമുണ്ട്. ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മാലിന്യം കുമിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടി വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുമായിട്ട് അന്ന് എൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭ മുന്നോട്ട് പോയത്. ആ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി കുറച്ചധികം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. വിവിധ ഹോട്ടലുകൾ ചേർന്ന് മിനി പ്ലാന്റുകൾ ഉണ്ടാക്കുക, കല്യാണ മണ്ഡപങ്ങൾ ചേർന്ന് മിനി പ്ലാന്റുകൾ ഉണ്ടാക്കുക, മാർക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതും ഒരു വികേന്ദ്രീകൃത സംവിധാനം തന്നെയാണ്. അപ്പോൾ ആ ഒരു സംവിധാനം കൂടി പ്രയോജനപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടുള്ള സംവിധാനം നമുക്കുണ്ട്. ഹരിതകർമ്മസേന നമുക്കുണ്ട്, പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റുകളുണ്ട്. വരുമാനം തന്നെ ലഭിക്കുന്ന നിലയിലേക്ക് പ്ലാസ്റ്റിക് സംവിധാനം, ശേഖരണ സംവിധാനം മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം കൂടി ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇനിയും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേക്ക് സ്വന്തമായ സംവിധാനമില്ല. അപ്പോൾ ഇത്രയും ടൺ കണക്കിന് മാലിന്യം വരുന്ന റെയിൽവേയിൽ സംവിധാനമില്ല. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് ഇനം തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ടുകൂടി അവിടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ കൂടി നമുക്ക് കൂട്ടായി നടത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ MPയും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ആ കാര്യത്തിൽ റെയിൽവേയിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് അത്തരം സംവിധാനങ്ങൾ, ഇവിടെ ഒരു എസ്കലേറ്റർ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരാനോ ഇടപെടുന്നത് പോലെ
ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യം കൂടി ഇവിടെ ഒരുക്കണ്ടേ? സീവേജ് സംവിധാനം വേണം, ഖരമാലിന്യ സംവിധാനം വേണം. ഇതൊക്കെ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ കൂടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങ് മുൻപ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മഴക്കാല പൂർവ്വ ശുചീകരണം എപ്പോഴാണ് നടത്തേണ്ടത്? ഇന്ന് DRM വിശദീകരിക്കുന്നു, ശുചീകരണം നടത്തിയതാണല്ലോ റെയിൽവേ, അപ്പോഴാണല്ലോ അപകടമുണ്ടായത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മഴക്കാല പൂർവ്വ ശുചീകരണം ഇപ്പോഴാണോ നടത്തേണ്ടത് എന്ന്. അപ്പോൾ അവർ അതിന് പറയുന്ന മറുപടിയാണ്, ഞങ്ങൾ ഇപ്പോഴാണ് നടത്തുന്നത്, കഴിഞ്ഞ തവണയും ഞങ്ങൾ ഇപ്പോഴാണ് നടത്തിയത്, ഈ സമയത്താണ് നടത്തിയത് എന്നുള്ളതാണ്. നമ്മളിതിൽ ഓർക്കേണ്ടത്, ഈ ശുചീകരണ സമയത്ത് മഴ പെയ്തതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന ഒരു ഉദാസീനതയുണ്ടല്ലോ. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എപ്പോൾ നടത്തണം? അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയതിന് ശേഷമാണോ നടത്തേണ്ടത്, അതോ ആരും പറയാതെ തന്നെ അധികൃതർ നടത്തേണ്ടതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതിന് മുമ്പ് ഞാനൊരു നേരത്തെ പറയേണ്ടിയിരുന്നൊരു പോയിന്റ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ഇപ്പോൾ ശരിക്കും ജോയി അവിടെ ഇതിനടിയിലുണ്ട്, ജോയി പുറത്തെടുത്തിട്ടില്ല, അപ്പോൾ അതിനടിയിൽ ഇവിടെ ഉണ്ട്. ജോയി ആരുടെ ജോയിയുടെ ഓണർഷിപ്പ് ആർക്കുള്ളതാണ്? റെയിൽവേ കൊടുത്ത കരാറിൽ റെയിൽവേയുടെ കരാറുകാരൻ വെച്ച തൊഴിലാളിയാണ് ജോയി. അപ്പോൾ സ്വാഭാവികമായി ഇത് സംസ്ഥാനത്ത് നടക്കുന്നൊരു കാര്യം എന്നുള്ള നിലയിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ പോയി അതിനകത്ത് ഇടപെട്ടു. നൈതികമായി നിയമപരമായി നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുമ്പിൽ നിൽക്കേണ്ടത് റെയിൽവേ അല്ലേ? കാര്യം റെയിൽവേയുടെ കൊടുത്ത കരാറിൽ ആ റെയിൽവേ കരാർ കൊടുത്ത ഒരു തൊഴിലാളിക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് റെയിൽവേ നിന്നിങ്ങനെ പറയുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, അതിൻ്റെ നൈതികതയും ഒരു നിയമപരമായ കാര്യവും മനസ്സിലാകുന്നില്ല. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. റെയിൽവേ അതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരം റെയിൽവേ പറയരുത്. കാരണം റെയിൽവേയുടെ തൊഴിലാളിയാണ് സാങ്കേതികമായി അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജോയി റെയിൽവേയുടെ മാത്രമല്ല, മാലിന്യ സംസ്കരണത്തിന് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ പൊതുവായ തൊഴിൽ എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാലിന്യം സംസ്കരിക്കാൻ ഇറങ്ങിയ ആളാണ്, വ്യക്തിയാണ്. ആ നിലയിൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിയാനാകില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കുന്നത് മെയ് മാസം അവസാന ആഴ്ച, മഴ വരുന്നതിന് 5, 10, 15 ദിവസം മുമ്പാണ്. പക്ഷേ അത് ബഹുമാനപ്പെട്ട MLA ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കേണ്ടത്, കോർപ്പറേഷനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി 2ആയി നടത്തണം. കാരണം മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ എല്ലാ വേസ്റ്റുമൊക്കെ ഡ്രൈ ആയി കിടക്കും. അപ്പോൾ വാരി മാറ്റാനും എളുപ്പമുണ്ട്, പിന്നെ കൊണ്ടുപോയി അത് സംസ്കരിക്കാനും എളുപ്പമുണ്ട്. നനഞ്ഞത് സംസ്കരിക്കാൻ പ്രയാസമാണ്, വാരി മാറ്റാനും പ്രയാസമാണ്, കാര്യം വെള്ളം കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിനൊന്ന് 2 പാർട്ടായിട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഡ്രൈവ് നടത്തിയാൽ പിന്നെ വളരെ കുറച്ച് മാലിന്യമേ മെയ് മാസത്തിൽ നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒരു സിംഗിൾ ഡ്രൈവും മെയ് മാസം മഴയ്ക്ക് മുമ്പേ ഉള്ള ഒരു ഡ്രൈവ് നടക്കണം. തീർച്ചയായും ഈ ഡ്രൈവ് 2 നടക്കേണ്ടത് നല്ല മഴയ്ക്ക് മുമ്പാണ്. മഴ പെയ്തു പോയാൽ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും വെള്ളവും മാലിന്യവും പിന്നെ അതിനകത്തുള്ള എല്ലാ ഗ്യാസും ഇളവുകയും അതിലെ അഴുക്കും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് അത് ഇരട്ടി 3 ഇരട്ടിയിലധികം സ്പേസ് ഉണ്ടെങ്കിലേ അത് പിന്നെ സംസ്കരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ ഏപ്രിൽ മാസത്തിലൊരു ഡ്രൈവ് ആലോചിക്കണം. അപ്പോൾ തീർച്ചയായും എല്ലാം ഉണങ്ങിക്കിടക്കുന്ന സമയമായിരിക്കും, ഡ്രൈ ആയി കിടക്കും, ഭൂമിയും അന്തരീക്ഷവും എല്ലാം ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് നന്നായി അത് ശുദ്ധീകരിക്കാനും മാറ്റാനും എളുപ്പമാണ്. പിന്നെ ബാലൻസ് വരുന്ന ഒരു മാസത്തെ മറ്റത് ഒരു വർഷത്തെ മാലിന്യം വരികയാണ്. ഒരു വർഷത്തെ മാലിന്യമാണ് നമ്മൾ മെയ് മാസത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നത്. അതിനേക്കാൾ 1, 2 അത് പ്രയാസമുള്ള കാര്യമല്ല. കാരണം ഇതിപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്, തൊഴിലാളികളുണ്ട്, ശുചീകരണത്തുള്ള എല്ലാ സംവിധാനം നമുക്കുള്ളതുകൊണ്ട്. പിന്നെ ഏപ്രിൽ മാസത്തിലാണെങ്കിൽ നമുക്കതൊരു പീപ്പിൾസ് ക്യാമ്പയിൻ പോലെ തന്നെ ചെയ്യാനും പറ്റും. ആ ഒരു ഡ്രൈവ് ഒരു എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന ഒരു ഡ്രൈവായി വരുന്ന വർഷങ്ങളിൽ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം തന്നെയാണ്. അപ്പോൾ ഒരു ഡ്രൈവ് നടത്തുക, പിന്നെ മഴയ്ക്ക് മുമ്പുള്ളത് തൊഴിലാളികൾ ചെയ്ത് കൊണ്ട് പോട്ടെ. അങ്ങനെ 2 തരത്തിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ട സമയമായി. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, ഗ്രാമപഞ്ചായത്തുകളോ മറ്റ് പ്രദേശങ്ങളോ പോലെ അല്ല ഒരു നഗരത്തിൽ ടൺ കണക്കിന് മാലിന്യമുണ്ടാകുന്നുണ്ട്. അത് സംസ്കരിക്കുന്നതിന് തീർച്ചയായും നമുക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങൾ കൂടി അൾട്ടിമേറ്റായിട്ട് വേണ്ടിവരും. അതിന് പെരിങ്ങമലയിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു, വിളപ്പിശാലയിൽ എതിർപ്പുണ്ടായിരുന്നു, പല സ്ഥലത്ത് എതിർപ്പുണ്ട്. പക്ഷേ ആ എതിർപ്പ് മാറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിലെ എല്ലാ പക്ഷം ആളുകളും കൂടി സെറ്റ് ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് കേരളത്തിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം ആവശ്യമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് വിഴിഞ്ഞ എയർപോർട്ട് അടക്കം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരുപാട് വൻകിട പ്രോജക്റ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അതോടൊപ്പം നമുക്ക്
മനുഷ്യനെ ബാധിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം വലിയ ദുരന്തങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകേണ്ടി വരുന്ന, നമുക്ക് വേദന തരുന്ന, എല്ലാവരെയും ബാധിക്കുന്ന, നമുക്ക് കോളറ വരുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? ഒരുപാട് കോളറ റിപ്പോർട്ട് ചെയ്ത് വരുന്നു, വിവിധ തരത്തിലുള്ള പനികൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നു. ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം കൂടി കൊണ്ട്. ഞാൻ ആശങ്കപ്പെട്ടിരുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോഴും എനിക്ക് ആശങ്ക ഉണ്ട്. ഈ ആളുകൾ പ്രോപ്പറായി വേസ്റ്റ് മാനേജ് ചെയ്തില്ല എങ്കിൽ, ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെയൊക്കെ പ്രോപ്പറായി മാനേജ് ചെയ്യാതെ കുഴിച്ചിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, വേഗമായി കുഴിച്ചിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ അത് എക്സ്പോസ് ചെയ്യപ്പെടും. അത് രോഗങ്ങളുടെ രൂപത്തിൽ, വലിയ പകർച്ചവ്യാധികളുടെ രൂപത്തിൽ വരും. ഞാൻ അങ്ങനെ ഒരു ഭീതി മനസ്സിൽ പലപ്പോഴും കാണുന്ന ആളാണ്. കാരണം അത് പാടില്ല. കാണേണ്ട സാഹചര്യവുമാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, അങ്ങ് ക്ഷമിക്കണം. ശ്രീ വി കെ പ്രശാന്ത്, ഈ ചർച്ചയിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങ് ഈ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായ സമീപനത്തോടു കൂടി കാണുന്ന ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് ആ നിലയിലുള്ള ശ്രദ്ധ അത്തരം വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി കരുതുകയാണ്. അതുമായി ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കൂ, ഇനിയിപ്പോൾ NDRF സംഘം എത്തുന്നതാണ് കാത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ സാങ്കേതികമായി തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇനി രാവിലെ മുതൽ NDRFന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണോ നടക്കാൻ പോകുന്നത്? അതിന്റെ പ്ലാൻ എങ്ങനെയാണ് നിലവിൽ മുന്നിലുള്ളത്? അല്ല, ഇപ്പോൾ നാവികസേനയുടെ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മേയറും കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നേവി സംഘം വന്ന് അവരുടെ ഒരു പരിശോധന, അവർ നേരത്തെ ഇത്തരത്തിലുള്ള കനാലുകളിലും മറ്റുമൊക്കെ തന്നെ ദുരന്ത സന്ദർഭങ്ങളിൽ ഇടപെട്ട് പരിചയമുള്ളവരെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ കഴിവ് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തും. നാളെ രാവിലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തടയണ കെട്ടിക്കൊണ്ട് വെള്ളം സംഭരിച്ച് അത് ശക്തിയിൽ ഈ കനാലിലൂടെ ഒഴുക്കി വിട്ട് മറുഭാഗത്തു നിന്ന് മാലിന്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ജോയി അടക്കം കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തുക. അത് മഴയും മറ്റ് സാഹചര്യങ്ങളും ആശ്രയിച്ചിട്ടായിരിക്കും ആ കാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക. തടയണ കെട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈത്രം ഹോട്ടലിൻ്റെ ഭാഗത്ത് തടയണ കെട്ടി വെള്ളം അതിലേക്ക് കൊണ്ടുവന്ന് അണ പോലെ നിർത്തി അതിനെ ശക്തിയിൽ തുറന്നു വിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നാളെ നടക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നേവിയുടെ പരിശോധനയിലോ അല്ലെങ്കിൽ ഈ തടയണ കെട്ടി വെള്ളം ഫ്ലഷ് ചെയ്യുന്ന രീതിയിലൂടെയോ കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ഈ രണ്ട് കാര്യങ്ങളുമായിരിക്കും ഇന്ന് രാത്രിയും നാളെയുമായിട്ട് നടക്കുക. ശരി, വളരെ നന്ദി. ശ്രീ വി കെ പ്രശാന്ത്, ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, KS പ്രതാപ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചതിനും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.